പി ആർ സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. പി ആർ സുനിൽ, ഇന്ന് നമ്മളുടെ കൂടെയുള്ള റഹീസ് റഷീദിനെയാണ് തീവ്രവാദി എന്ന് വിളിച്ചത്. പക്ഷെ അതിനേക്കാൾ വലിയ ആക്ഷേപം കേട്ടവരാണ് മലപ്പുറത്തുകാർ. പാകിസ്ഥാൻ മനസ്സുള്ളവർ ഭരിക്കുന്നു എന്ന് തുടങ്ങിയ വലിയ വിദ്വേഷം വമിപ്പിക്കുന്ന ആക്ഷേപങ്ങൾ മലപ്പുറത്തുകാർ കേട്ടിട്ടുണ്ട്. നമ്മൾ ആ പരാമർശത്തിനു ശേഷം നിരന്തരം വെള്ളാപ്പള്ളിയെ വിമർശിച്ചുകൊണ്ട് മീറ്റ് ദ എഡിറ്റേഴ്സ് നടത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനകളോട് വിയോജിച്ചുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ സംയമനം വിടാതെയുള്ള ചോദ്യങ്ങളായിരുന്നു. വളരെ ലോജിക്കലായ ചോദ്യമാണ് റാഹിസ് റഷീദ് ചോദിച്ചത്. ആ ചോദ്യത്തിലാണ് അദ്ദേഹം പ്രകോപിതനാകുന്നത്. ഇപ്പോൾ തീവ്രവാദി എന്ന ചാപ്പ പോലും കുത്തുന്നത് വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കണ്ടേ? പി ആർ സുനിൽ. മതതീവ്രവാദത്തിൻ്റെ ഇന്ന് കേരളത്തിലെ ഒരു പേര് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് പറയേണ്ടി വരും. നോക്കൂ, ഡൽഹി കലാപം 2020 നടന്ന ഡൽഹിയിലെ കലാപം, ആ ഡൽഹിയിലെ കലാപത്തിന് വഴിവെച്ച ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം ഇതായിരുന്നു, ഗോലി മാറോ സാലോക്കോ. ആ മുദ്രാവാക്യം വിളിച്ചത് അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന BJP നേതാവായിരുന്നു. അപ്പോൾ അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന BJP നേതാവ് അന്ന് ആ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നത് വലിയ കലാപമായിരുന്നു. പിന്നീട് മുസ്ലിങ്ങളെ കണ്ടാൽ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് ആവശ്യപ്പെടുന്ന മറ്റൊരു BJP നേതാവാണ് ഗിരിരാജ് സിംഗ്. ഇന്ന് കേന്ദ്രമന്ത്രിയാണ് ഗിരിരാജ് സിംഗ്. മുസ്ലിങ്ങൾ ഇന്ത്യയിലെ വാടകക്കാരാണ് എന്ന് പറയുന്ന ഒരു നേതാവാണ് ഗിരിരാജ് സിംഗ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും മറ്റൊരു മുഖമാണ്, മറ്റൊരു പേരാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ല, അതങ്ങനെ തന്നെയാണ്. ഒരേ സമയം കേരളത്തിൽ LDF സർക്കാരിനൊപ്പം CPM-നൊപ്പം അവരുടെ തോളിൽ കൈയിട്ട് നിൽക്കുകയും അതേസമയം സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയ നിലപാട് കേരളത്തിൽ ഒരു മടിയുമില്ലാതെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളിന്റെ പേരാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്നത്. നോക്കൂ, വെള്ളാപ്പള്ളി നടേശനെതിരെ ഗൗരവമായൊരു കേസുണ്ട്. എന്താണ് കേസ്? മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് കേസ്. ഈ കേസിൽ സമീപകാലത്ത് കേരള ഹൈക്കോടതി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT-യുടെ തലവൻ തന്നെയാണ് ആ കേസിന്റെയും അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസിൽ വെള്ളാപ്പള്ളി നടേശന് സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണം വേണം. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ സ്ഥാപനങ്ങളിൽ CBI-യും ED-യും കയറാതിരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നോക്കൂ, വെള്ളാപ്പള്ളി നടേശന്റെ ഓരോ പ്രസ്താവനകൾ ഈ കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള ഓരോ പ്രസ്താവനകളും അക്കമിട്ട് ജിമ്മി പറഞ്ഞതാണ്. കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വളരെ ശക്തമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ നേതാവിന്റെ പേര് VS അച്യുതാനന്ദൻ എന്നാണ്. VS അച്യുതാനന്ദൻ വളരെ ശക്തമായി വെള്ളാപ്പള്ളി നടേശനെതിരെ നിലപാട് സ്വീകരിക്കുകയും കയ്യാമം വെച്ച് വെള്ളാപ്പള്ളി നടേശനെ ജയിലിലേക്ക് കൊണ്ടുപോകും എന്ന് ശക്തമായി നിലപാടെടുക്കുകയും അതിനായി ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്ത നേതാവിന്റെ പേരാണ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. മൈക്രോ ഫിനാൻസ് വിഷയത്തിലൊക്കെ തന്നെ VS അച്യുതാനന്ദൻ വളരെ ശക്തമായ നിലപാടാണ് വെള്ളാപ്പള്ളി നടേശനോട് സ്വീകരിച്ചത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ നിലപാടുകളിൽ CPIM മയപ്പെടുത്തി എന്നുള്ളത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം CPIM സംസ്ഥാന ഘടകം വിലയിരുത്തിയ ഒരു റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്തപ്പോൾ അന്ന് കേന്ദ്ര കമ്മിറ്റി ആ റിപ്പോർട്ട് പരിശോധിച്ചു. ആ റിപ്പോർട്ടിൽ CPIM പ്രധാനമായും അവലോകനം ചെയ്തിരുന്നത് ഈഴവ വോട്ടുകൾ ഇങ്ങനെ ചോർന്നുപോയി, നായർ വോട്ടുകൾ ഈ വിധത്തിൽ ചോർന്നുപോയി, ന്യൂനപക്ഷ വോട്ടുകളിൽ ഇങ്ങനെ ഇടിവുണ്ടായെന്നാണ്. അന്ന് CPIM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. അന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞത് ഈ രീതിയിലല്ല ഒരു തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്യേണ്ടത്, വർഗാടിസ്ഥാനത്തിലായിരിക്കണം ഒരു തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്യേണ്ടത് എന്നാണ്. കർഷക തൊഴിലാളികളുടെ വോട്ട് എവിടേക്ക് പോയി, തൊഴിലാളികളുടെ വോട്ട് എവിടേക്ക് പോയി. അപ്പോൾ ആ നിലയിൽ തെരഞ്ഞെടുപ്പിനെ ആയാലും രാഷ്ട്രീയത്തെ ആയാലും വിലയിരുത്തുന്നതിൽ നിന്ന് CPM മാറിപ്പോകുന്നു എന്നത് ഗുരുതരമായൊരു സാഹചര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ എവിടെയാണ് ഇരിക്കുന്നത്? SNDP എന്ന് പറയുന്ന മഹത്തായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. SNDP എന്ന് പറയുന്ന യോഗം രൂപീകരിച്ചിട്ട് ഏതാണ്ട് 125 വർഷത്തിലേക്ക് എത്തുകയാണ്. ശ്രീനാരായണ ഗുരു എന്തിനു വേണ്ടിയാണ് ഈ SNDP യോഗം രൂപീകരിച്ചത്? അസമത്വത്തിനെതിരെ, സാമൂഹ്യ അരക്ഷിതാവസ്ഥയ്ക്കെതിരെ, നവോത്ഥാനത്തിന് വേണ്ടിയൊക്കെ തന്നെ നാരായണ ഗുരു ഉണ്ടാക്കിയ ഈ ഒരു പ്രസ്ഥാനം
ആശാനെ പോലുള്ള കുമാരനാശാനെ പോലുള്ളവർ നയിച്ച പ്രസ്ഥാനം, സി കേശവനെ പോലുള്ളവർ നയിച്ച ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്താണ് വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്. പക്ഷേ നാരായണ ഗുരു എന്താണ് പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് നാരായണ ഗുരു പറഞ്ഞപ്പോൾ ജാതി പറയണം, മതം പറയണം, വർഗീയത പറയണം എന്ന് പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. കള്ള് കുടിക്കരുത്, കള്ള് ചെത്തരുത് എന്ന് നാരായണ ഗുരു പറഞ്ഞപ്പോൾ കള്ള് കുടിക്കണം, കള്ള് ചെത്തണം, കള്ള് കച്ചവടം നടത്തണം എന്ന് പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതാണ് വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയം. അത് മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ അത് വർഗീയ രാഷ്ട്രീയമായി മാറുന്നതാണ് കേരളം കാണുന്നത്. അതുകൊണ്ട് SNDP എന്ന് പറയുന്ന ഒരു സംഘടന എങ്ങനെയാണ് ഉണ്ടായത്, എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്, അതിനുവേണ്ടിയല്ല വെള്ളാപ്പള്ളി നടേശൻ നിലനിൽക്കുന്നത്. കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ മുഖമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നിലനിൽക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ 1% ഈഴവർ പോലും വെള്ളാപ്പള്ളി നടേശനൊപ്പമല്ല എന്ന യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലെ ഈ വോട്ട് ശതമാനമൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ നിശ്ചയിച്ച ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വിജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പറയുന്നത്. അങ്ങനെ വെള്ളാപ്പള്ളി നടേശനാണ് കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ എല്ലാ നായകനെങ്കിൽ BDJS എന്ന് പറയുന്ന പാർട്ടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി. 24% ഈഴവരുണ്ട് കേരളത്തിൽ. എവിടെയാണ് ആ വോട്ട്? അപ്പോൾ ഇന്നും BJPയുടെ കാലിൻ്റെ അടിയിൽ കിടക്കുക BDJS എന്ന് പറയുന്ന പാർട്ടി. അപ്പോൾ ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ പറയുന്നത് പച്ചയായ വർഗീയതയാണ്. ആ വർഗീയത പറയുന്നത് കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയാണ്. അത് BJPയുടെയും സംഘപരിവാറിന്റെയും വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാനാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ. നോക്കൂ, റഹീസ് ചോദിച്ച ചോദ്യം എന്താണ്? റഹീസ് ചോദിച്ച ചോദ്യം SNDPയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുമതി ലഭിക്കാത്തതിനെ കുറിച്ചാണ്. അതിന് ഉത്തരമില്ല. ഉത്തരമില്ലാതാകുമ്പോൾ വർഗീയവാദി എന്ന് മാധ്യമപ്രവർത്തകനെ വിളിക്കുക. എന്ത് സേവനമാണ് ഈ നാട്ടിൽ ഈഴവർക്ക് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതിന്റെ പുറകെ എന്തിന് CPIM പോകുന്നു എന്ന് മനസ്സിലാകുന്നില്ല. CPIM എന്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നത് എനിക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. കേരളത്തിലെ യഥാർത്ഥ CPM പ്രവർത്തകരും അണികളും വിശ്വാസികളും ഒന്നും തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു സമീപനത്തോട് യോജിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും ഈ വിഷയത്തിൽ വളരെ ശക്തമായ നടപടി വെള്ളാപ്പള്ളി നടേശന് എതിരെ സ്വീകരിക്കണം. വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്ത് വെള്ളാപ്പള്ളി നടേശനെ ജയിലിലേക്ക് അയക്കുന്ന സമീപനത്തിലേക്ക് കേരള സർക്കാർ നിലപാട് സ്വീകരിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അതാണ് പുരോഗമന ഒരു ചിന്താഗതി. ഈ കേരള സമൂഹത്തിന് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത ഒരു സമീപനമാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പെരുമാറ്റമാണ് ഉണ്ടാകുന്നത്. ഇത്രയ്ക്ക് പച്ചയായ വർഗീയത പറയാൻ ഒരാളെ അനുവദിക്കുന്ന ഒരു സമീപനം എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ തീർച്ചയായും വലിയ തിരിച്ചടിയായിരിക്കും സർക്കാരും LDFും CPMും ഒക്കെ വരും ദിവസങ്ങളിൽ നേരിടാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. Meet the editors.